നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. ബ്രൂവറി അനുവദിച്ച് മന്ത്രിസഭ. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്ട് ബ്രൂവറി അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതിനു പുറമെ എഫനോൾ പ്ലാന്റ്, മൾട്ടി ഫീഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ ബോട്ട്ലിംഗ് യൂണിറ്റ്, മാൾട്ട് സ്പിരിറ്റ് പ്ലാന്റ്, ബ്രാൻഡി വൈനറി പ്ലാന്റ് എന്നിവയും ആരംഭിക്കാൻ മധ്യപ്രദേശിലെ ഇൻഡോർ ആസ്ഥാനമായുള്ള ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് അനുമതി. നിലവിലെ മാർഗനിർദ്ദേശങ്ങളും വ്യവസ്ഥകളും പാലിക്കണമെന്ന നിബന്ധനയോടെ പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചു, എന്നാൽ ദുരൂഹത നീങ്ങുന്നില്ല. നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന് വിലയിരുത്തൽ. പ്രാഥമിക പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് കണ്ടെത്തൽ. മരണശേഷമാണ് സമാധിത്തറയിലേക്ക് മാറ്റിയതെന്നാണ് നിഗമനം. ശ്വാസകോശത്തിൽ മറ്റു വസ്തുക്കൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആന്തരിക അവയവങ്ങളിൽ നിന്ന് രാസവസ്തുക്കൾ കണ്ടെത്തിയിട്ടില്ല. ശരീരത്തിൽ മുറിവുകളില്ലെന്ന് കണ്ടെത്തി. ശാസ്ത്രീയ പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. നിലവിൽ പ്രാഥമിക നിഗമനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അസ്വാഭാവികത പൂർണ്ണമായി തള്ളുന്നില്ല. രാസപരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ ഇനി വരാനുണ്ട്. 3 അംഗ സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. മുതിർന്ന ഫോറൻസിക് സർജൻ അടക്കമുള്ളവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. വിഷാംശം കണ്ടെത്താനായി ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. മരിച്ചത് ഗോപൻ തന്നെയെന്ന് ഉറപ്പ് ശാസ്ത്രീയമായി തെളിയിക്കാൻ DNA പരിശോധനയും നടത്തുന്നുണ്ട്. രാവിലെയാണ് ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തത്. ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കണ്ടെത്തി. ആദ്യം മേൽഭാഗം മാത്രമാണ് പൊളിച്ചത്. തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ശരീരം അഴുകിയ നിലയിലാണ്. കഴുത്തുവരെ ഭസ്മമിട്ടിരുന്നു. ഹൈക്കോടതി നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് കല്ലറ പൊളിക്കാൻ തീരുമാനിച്ചത്. ദേശീയ ഗെയിംസിലേക്ക് ചുവട് വയ്ക്കാനൊരുങ്ങി കളരി. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിനെ പ്രദർശന ഇനം മാത്രമാക്കി മാറ്റിയ സംഘാടക സമിതിക്ക് തിരിച്ചടി നൽകി ഡൽഹി ഹൈക്കോടതി. ഹരിയാന സ്വദേശിയും കഴിഞ്ഞ ഗെയിംസിൽ ഹരിയാനയ്ക്ക് വേണ്ടി കളരിപ്പയറ്റിൽ വെങ്കല മെഡലുകൾ നേടിയിരുന്ന താരവുമായ ഹർഷിത യാദവ് നൽകിയ ഹർജിയിൽ കളരിയെ ഇക്കുറിയും മത്സര ഇനമായി തന്നെ നിലനിർത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതോടെ ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ മെഡൽ സാധ്യതകളും പ്രതീക്ഷകളും ഏറും. കേരളത്തിന്റെ കായിക രംഗത്തു തന്നെ ഏറെ ആശ്വാസം പകരുന്നതാണ് കോടതി വിധിയെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചരിത്രമെഴുതി ISRO. രാജ്യം കാത്തിരുന്ന സ്പേസ് ഡോക്കിംഗ് ദൗത്യം വിജയകരം. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇന്ന് രാവിലെയായിരുന്നു പരീക്ഷണം വിജയിച്ചത്. ഇതോടെ സ്പേസ് ഡോക്കിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം കുറച്ചാണ് ദൗത്യം വിജയകരമാക്കിയത്. 2 ഉപഗ്രഹങ്ങളും 20 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഭ്രമണപഥത്തിൽ എത്തിച്ച ശേഷം തമ്മിലുള്ള ദൂരം കുറച്ചു കൊണ്ടുവന്ന് ഡോക്ക് ചെയ്യുക എന്നതായിരുന്നു സ്പേസ് ഡെക്സ് ദൗത്യം. ചിൽഡ്രൻസ് ഹോമിൽ 17കാരനെ തലയ്ക്കടിച്ചു കൊന്നു. തൃശൂർ ഇരിങ്ങാലക്കുടയിലെ ചിൽഡ്രൻസ് ഹോമിലാണ് കുട്ടിയെ തലയ്ക്കടിച്ചു കൊന്നത്. രാമവർമ്മപുരത്ത് സർക്കാർ ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം നടന്നത്. ഇരിങ്ങാലക്കുട സ്വദേശി അഭിഷേകാണ് കൊല്ലപ്പെട്ടത്. സഹ അന്തേവാസിയാണ് ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇന്ന് വീണ്ടും തർക്കത്തിൽ ഏർപ്പെടുകയും 16 വയസ്സുകാരൻ 17 വയസ്സുള്ള അഭിഷേകിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു. തുടർന്ന് അഭിഷേകിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ തൃശൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി ജഡ്ജിയായി മലയാളി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനാണ് സുപ്രീം കോടതി ജഡ്ജിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ സ്വദേശിയാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ. കേരള ഹൈക്കോടതി ജഡ്ജിയായും പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിനോദ് ചന്ദ്രൻ ചുമതലയേൽക്കുന്നതോടെ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ആകും. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സജീവ് ഖന്ന അധ്യക്ഷനായ കൊളീജിയമാണ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രനെ ശുപാർശ ചെയ്തത്. ബോളിവുഡ് താരത്തിന് മോഷണ ശ്രമത്തിനിടെ കുത്തേറ്റു. മോഷണ ശ്രമത്തിനിടെ ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാനാണ് കുത്തേറ്റത്. ബാന്ദ്രയിലെ വസതിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. നടൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ശരീരത്തിൽ 6 മുറിവുകളുണ്ട്. ഇതിൽ 2 എണ്ണം ആഴത്തിലുള്ളതാണ്. വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നതിനെ തുടർന്ന് മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടതായും ഇയാളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്നും പോലീസ് പറഞ്ഞു. മോഷ്ടാവുമായുള്ള ഏറ്റുമുട്ടലിൽ താരത്തിന് കുത്തേറ്റതെന്നാണ് വിവരം.
സംഭവത്തിൽ മുംബൈ ക്രൈംബ്രാഞ്ചും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. പാടത്ത് വീണ്ടും ഭീമൻ ബലൂണിന്റെ അടിയന്തര ലാൻഡിംഗ്. പാലക്കാട് വടവന്നൂർ വട്ടച്ചിറയിൽ ബലൂണിന് വീണ്ടും അടിയന്തര ലാൻഡിംഗ്. വട്ടച്ചിറ സ്വദേശി ഉദയന്റെ പാടത്താണ് ബലൂൺ പറന്നിറങ്ങിയത്. ചെന്നൈ സ്വദേശിയായ അമ്മയും മകളും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു കൂറ്റൻ ബലൂണിലുണ്ടായിരുന്നത്. സുരക്ഷിതമായി പാടത്തിറങ്ങിയ ബലൂൺ പിന്നീട് കൊണ്ടുപോവുകയും ചെയ്തു. എന്നാൽ അടിയന്തര ലാൻഡിംഗിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. ബലൂണിൽ ഉണ്ടായിരുന്ന ആർക്കും പരിക്കുകളില്ല. ബെൽജിയത്തിന്റെ ബലൂണാണ് പാലക്കാട് പറന്നിറങ്ങിയത്. ബലൂണിൽ ഉണ്ടായിരുന്നവർ വളരെ ഹാപ്പി ആയിരുന്നുവെന്നും എന്നാൽ കണ്ടുനിന്നവർ വളരെ ഷോക്കായിരുന്നുവെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി ഭീമൻ ബലൂൺ പാലക്കാട് കന്നിമരി മുള്ളൻതോട് ഇടിച്ചിറക്കിയിരുന്നു. പൊള്ളാച്ചിയിൽ നിന്നും 20 കിലോമീറ്ററോളം പറന്നാണ് ബലൂൺ കന്നിമാരിയിൽ ഇറക്കിയത്. തുടർന്ന് കമ്പനി അധികൃതർ എത്തി ബലൂൺ ചുരുട്ടിയെടുത്ത് കൊണ്ടുപോയിരുന്നു. പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ട് കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നം. കണ്ണൂർ തൃപ്പങ്ങോട്ടൂരിൽ വിവാഹ ആഘോഷത്തിനിടെ ഉഗ്രശേഷിയുള്ള പടക്കം പൊട്ടിച്ച ശബ്ദം കേട്ട് കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടായി. ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് ആദ്യ സംഭവം ഉണ്ടായത്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. പെട്ടെന്നുണ്ടായ ശബ്ദത്തെ തുടർന്ന് കുഞ്ഞ് വായും കണ്ണും തുറന്ന നിലയിലായിരുന്നു. അല്പസമയം കഴിഞ്ഞ് സ്വാഭാവിക നിലയിലേക്ക് എത്തുകയും ചെയ്തു. തിങ്കളാഴ്ചയായിരുന്നു വിവാഹം. അന്ന് വൈകിട്ടും സമാനമായ രീതിയിൽ വലിയ ശബ്ദത്തോടെ പടക്കം പൊട്ടിച്ചു. ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ പോകുന്ന രീതിയിൽ ആകരുത് എന്ന് തേർഡ് ഐ വിഷൻ ചാനൽ ഓർമ്മപ്പെടുത്തുന്നു. ചരിത്ര തീരുമാനവുമായി കേരള കലാമണ്ഡലം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ഇന്ന് കലാമണ്ഡലത്തിൽ ജോലിയിൽ പ്രവേശിച്ചു. ഭരതനാട്യ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് നിയമനം. നൃത്ത അധ്യാപനത്തിനായി പുരുഷനെ നിയമിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കലാമണ്ഡലം നടത്തിയ അഭിമുഖത്തിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചാണ് RLV രാമകൃഷ്ണൻ ഈ ജോലി നേടിയത്. 5 ദിവസത്തിലധികം ഫയൽ കയ്യിൽ വെച്ചിരുന്നാൽ സ്ഥാനം തെറിക്കും. ഇനി മുതൽ ഓഫീസിൽ 5 ദിവസത്തിൽ കൂടുതൽ ഫയൽ കയ്യിൽ വെച്ചിരുന്നാൽ സ്ഥാനം തെറിക്കുമെന്ന മുന്നറിയിപ്പുമായി ഗതാഗത മന്ത്രി. ഗതാഗത വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് ഫയൽ പരിശോധനയിൽ കർശന നിർദ്ദേശം നൽകി സർക്കുലർ പുറത്തിറങ്ങി. ഗതാഗത മന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗതാഗത സെക്രട്ടറി K. വാസുകി ഉത്തരവിറക്കിയത്. മതിയായ കാരണമില്ലാതെ ഒരു സീറ്റിലും സെക്ഷനിലും ഫയൽ 5 ദിവസത്തിൽ കൂടുതൽ പിടിച്ചുവെക്കരുത്. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ ആഴ്ചയിൽ ഒരിക്കൽ ഈ സംവിധാനം പരിശോധിക്കാനും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനും ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തണം. 5 ദിവസത്തിൽ കൂടുതൽ ദിവസം ഫയൽ തീർപ്പാക്കാതെ വെച്ചാൽ ആ ഉദ്യോഗസ്ഥനെ എത്രയും വേഗം ചുമതലയിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ സ്ഥലം മാറ്റുകയോ ചെയ്യണം. ഇങ്ങനെ പോകുന്നു നിബന്ധനകൾ. UGC സെറ്റ് പരീക്ഷ 21-27 തീയതികളിൽ. മാറ്റിവെച്ച UGC സെറ്റ് പരീക്ഷകൾ 21-27 തീയതികളിൽ നടക്കും. മലയാളം, ഉറുദു, ക്രിമിനോളജി തുടങ്ങിയ പരീക്ഷകൾ 21-ന് രാവിലെ 9 മുതൽ 12 വരെയും മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, സംസ്കൃതം തുടങ്ങിയ എല്ലാ പരീക്ഷകളും 27-ന് ഉച്ച കഴിഞ്ഞ് 3 മുതൽ 6 വരെയും നടക്കും. കോടതികളിൽ എല്ലാ ലിംഗക്കാർക്കും പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യം വേണമെന്ന നിർദ്ദേശവുമായി സുപ്രീം കോടതി. എല്ലാ കോടതികളിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പ്രത്യേക ടോയ്ലറ്റ് സൗകര്യം ഉറപ്പാക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ശൗചാലയങ്ങൾ, വിശ്രമ മുറികൾ എന്നിവ കേവലം സൗകര്യങ്ങൾക്കായി മാത്രമല്ലെന്നും മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞ കോടതി ഇവയുടെ അപര്യാപ്തത നീതിന്യായ വ്യവസ്ഥയുടെ പിഴവിനെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അസമിൽ നിന്നുള്ള അഭിഭാഷകൻ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് ബുധനാഴ്ച കോടതി വിധി പറഞ്ഞത്. പൊതുജനാരോഗ്യം പ്രധാനമാണെന്നും ടോയ്ലറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിലൂടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുകയും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും എതിരെയുള്ള ഭീഷണി ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ഫാറ്റി ലിവർ സാധ്യത തടയാൻ ഒഴിവാക്കേണ്ട പാനീയങ്ങൾ. കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയാണ് ഫാറ്റി ലിവർ രോഗം. ഫാറ്റി ലിവർ രോഗത്തെ തടയാൻ ഭക്ഷണക്രമത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ഫാറ്റി ലിവർ സാധ്യത തടയാൻ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട പാനീയങ്ങളെ പരിചയപ്പെടാം. സ്പോർട്സ് ഡ്രിങ്കുകൾ, എനർജി ഡ്രിങ്കുകൾ എന്നിവയിൽ പഞ്ചസാരയുടെ അംശം കൂടുതലാണ്. ഇത് ഫാറ്റി ലിവർ സാധ്യതയെ കൂട്ടാം. കാലോറി കൂടുതലുള്ളതിനാൽ പഞ്ചസാര ധാരാളം അടങ്ങിയ പാനീയങ്ങൾ, ഫ്രൂട്ട് ജ്യൂസുകൾ ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് ഫാറ്റി ലിവർ സാധ്യതയെ തടയാൻ സഹായിക്കും. കാർബണേറ്റഡ് പാനീയങ്ങളിൽ ഷുഗർ കൂടുതലാണ്, അതിനാൽ ഇവയും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. പഞ്ചസാര ധാരാളം അടങ്ങിയ സോഡ പോലെയുള്ള മധുരമുള്ള ശീതള പാനീയങ്ങളും കരളിന്റെ ആരോഗ്യത്തിന് നന്നല്ല.
മദ്യപാനം മൂലം കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടാൻ സാധ്യതയേറെയാണ്. അതിനാൽ മദ്യപാനം ഒഴിവാക്കുക. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.